ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തമ്പനയിൽ കണ്ടതുപോലെ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ കാമുകനോ കാമുകിക്കോ മറ്റൊരു റിലേഷൻ ഉണ്ടോ, അതായത് വേറൊരു പുരുഷനുമായിട്ടോ വേറൊരു സ്ത്രീയായിട്ടോ കണക്ഷൻ ഉണ്ടോ എന്നതിനെയാണ് നമ്മൾ അവിഹിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് തികച്ചും മൊത്തത്തിൽ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷേ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകളും ഞാൻ പറയുന്ന കാര്യങ്ങളും അത്യാവശ്യം സെയിം ആണോ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. നിങ്ങളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് നിങ്ങളെ മറ്റു വ്യക്തിയായിട്ട് കണക്ഷനുള്ള വ്യക്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി ആവാം, നിങ്ങളുടെ കൂട്ടുകാരനാവാം, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ സംസാര രീതി, നിൻ്റെ സംസാര രീതി, നിൻ്റെ പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ബിഹേവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ അധികം കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ മാനസികപരമായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളോട് എപ്പോഴും ദേഷ്യപ്പെടുക, നിങ്ങൾ എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അവരാദ്യം ചെയ്യുന്ന കാര്യം മൊബൈൽ ഫോൺ കയ്യിൽ എപ്പോഴും സേഫായിട്ട് വയ്ക്കും. ഒന്ന് ബാത്റൂമിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങും, ജസ്റ്റ് ഒന്ന് മാറുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോൺ ഉണ്ടാകും. അതായിരിക്കും അവർ ആദ്യം ചെയ്യുന്ന കാര്യം. അതുപോലെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും അവരുടെ മൊബൈൽ ഫോൺ തരാത്ത രീതിയിൽ, നിങ്ങൾക്ക് അവരുടെ കയ്യിൽ കിട്ടാത്ത രീതിയിൽ അവർ സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യുന്ന കാര്യം. പിന്നെ അതുപോലെ അധികം അവരുടെ മൊബൈൽ ഫോൺ സൈലൻ്റ് ആയിരിക്കും, അതായത് നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി ഇടും, റിംഗ് ടൂണൊക്കെ എല്ലാം സൈലൻ്റ് ആക്കി വെക്കുന്നതാണ് അവർ ആദ്യം ചെയ്യുന്നത്. മൊബൈൽ ഫോണാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതാദ്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എപ്പോഴും ബിസി, ഫുൾ ടൈം ഓൺലൈനിൽ. അതുപോലെ ഒട്ടും ഒരുങ്ങി നടക്കാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്നൊന്നും ഒരുങ്ങി നടക്കാതെ, ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പോലും അങ്ങനെ ഒരുങ്ങാത്ത ആൾക്കാരാണെങ്കിൽ നല്ല രീതിക്ക് ഒരുങ്ങി നടക്കുക. അതായത് പ്രത്യേകിച്ച് ബോയ്സൊക്കെ ആണെങ്കിലും നല്ല ഔട്ട്ഫിറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ വേണ്ടി തുടങ്ങും. ഒരു പഴഞ്ചൻ ആറ്റിറ്റ്യൂഡിൽ നിന്നൊരു ന്യൂ ഫ്രഷ് ആറ്റിറ്റ്യൂഡ്, അതായത് ന്യൂ വൈബൊക്കെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുക. അതായത് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയായിരിക്കില്ല അവർ മുന്നോട്ട് അങ്ങനെ സംസാരിക്കുക. അതായത് ഇപ്പം നിങ്ങളോട് വേറൊരാളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി, വ്യക്തിത്വം ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ സംസാരിക്കുന്നതും അവരുടെ ബിഹേവിയൻസും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഒരാളുമായിട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മുസ്ലിംസിനോടും ഒരു ക്രിസ്ത്യൻസിൻ്റെയും ഒരു ഹിന്ദുവിൻ്റെയും സംസാര ഭാഷകൾ വ്യത്യസ്തമാണ്. അതുപോലെ ഓരോ നാട്ടിലുള്ള ആൾക്കാരുടെയും സംസാരം, കാസർഗോഡ് സംസാരിക്കുന്ന പോലെ അല്ല കണ്ണൂർ, അതുപോലെ കോഴിക്കോട്, വ്യത്യാസമുണ്ട്. അപ്പം അവരുടെ ക്യാരക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതുമായിട്ട് ചെറിയൊരു വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അതുപോലെ സംസാര രീതിയിലായാലും ആറ്റിറ്റ്യൂഡിലായാലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നു തുടങ്ങും, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാം അവിഹിതത്തിൻ്റെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുൾ ടൈം ബിസിയാണ്, വർക്ക് ഓൺലൈനിലാണ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ അയാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലി സംബന്ധമായ ഒരു വ്യക്തിയാണെങ്കിൽ, നല്ല രീതിക്ക് ജോലി ചെയ്യുന്ന, അതായത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ എപ്പോഴും ബിസി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പല രീതിയിലുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഓൺലൈനിൽ ഇരിക്കേണ്ടി വരും, അതുപോലെ കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു അവിഹിതത്തിൻ്റെ കാരണങ്ങളല്ല. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം പലരിലും പല ബിസിനസ് കാര്യങ്ങളും പല രീതിയിലുള്ള എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള അവരുടേതായ മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കും. ഇപ്പോൾ ജോലിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും അവർ ഇമോഷണലി എന്താ പറയുക ഡൗൺ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ അവിഹിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പോൾ നിങ്ങളെല്ലാം കൊണ്ടും കണക്ട് ചെയ്ത് വേണം ഇത് അവിഹിതമാണോ അല്ല എനിക്ക് തോന്നുകയാണോ എന്ന് നിങ്ങൾ തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഒരു കാരണം കൊണ്ട് ഇത് അവിഹിതമാണെന്ന് നിങ്ങൾ ഒരിക്കലും കൺഫേം ചെയ്യരുത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനോട് സംസാരിച്ച് തീർക്കുക. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് സംസാരിക്കുക. അല്ലാതെ ദേഷ്യപ്പെട്ട് ഇങ്ങനെയുണ്ട്, അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ഒരു റിലേഷൻ കയ്യിൽ വെച്ച് വേറൊരു റിലേഷനോട് പോകാത്തതാണ് ഏറ്റവും നല്ലത്. അതാണ് നിങ്ങളുടെ ലൈഫിന് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.